നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഇന്ന് രാവിലെ ഞാൻ വീട്ടിലുണ്ടാക്കിയത് മടക്ക് ദോശയാണ്. ഞങ്ങളിവിടെ മടക്ക് ദോശ എന്നാണ് പറയുന്നത്. അതായത് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ട് അതിൽ തേങ്ങയും പഞ്ചസാരയും കൂടെ ചേർത്ത് അകത്ത് വെച്ച് മടക്കി വെക്കുന്ന മടക്ക് ദോശ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് ഞാൻ ചായക്കും കൂടെ പാലെടുത്ത് വെച്ചു. പിന്നെ ആദ്യം തന്നെ ഞാൻ തേയിലയും പഞ്ചസാരയും എല്ലാം കൂടെ ഇടും. അപ്പം എനിക്ക് കുറച്ച് കടുപ്പം കൂടുതൽ വേണ്ടതുകൊണ്ട് ഇവിടെ അത്യാവശ്യം എല്ലാവരും ഇച്ചിരി കടുപ്പമൊക്കെ കുടിക്കുന്നവരാണ്. അധികം കയ്പ്പിച്ചുള്ള കടുപ്പമല്ല, എന്നാലും അത്യാവശ്യം കടുപ്പമൊക്കെ വേണം. പിന്നെ ഇത് അച്ഛന് മാത്രമാണ് ഇപ്പം ഞാൻ രാവിലെ ഉണ്ടാക്കുന്നത്. അത് അച്ഛൻ്റേത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടത്തേക്ക് ചെറുപയർ എടുത്ത് വെച്ചു. ഇതാണ് അച്ഛനുള്ള പ്ലേറ്റ്, അച്ഛൻ്റെ പ്ലേറ്റാണ് അത്. പിന്നെ ഞാൻ വിനോട്ടനും കൂടെ പുറത്ത് പോയി വന്നതിന് ശേഷമാണ് ഞാൻ ചോറ് വെച്ചതും ചെറുപയർ തോരൻ ആക്കി വെച്ചത്. അപ്പം ഞാൻ ചെറുപയറൊന്ന് കുതിർക്കാൻ വേണ്ടി ഇന്നലെ വെള്ളത്തിലിടാനായിട്ട് വിട്ടുപോയി. അപ്പോൾ അത് കാരണം ഞാൻ വന്നതിന് ശേഷമാണ് പിന്നെ ചെറുപയർ തോരൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോഴത്തേക്ക് അത് കുതിർന്നിരിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഊണും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയത് കേട്ടോ. കുറച്ച് കലേടിയൊക്കെ ഒന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കാനുണ്ടായിരുന്നു, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ. അപ്പോൾ രാവിലെ മഴ വരാനും തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഞാൻ രാവിലെ ചെയ്യണമെന്ന് വെച്ചാണ്. പക്ഷേ എനിക്ക് പെട്ടെന്ന് വെളിയിൽ പോകേണ്ടി വന്നതുകൊണ്ട് എനിക്ക് രാവിലെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ ജോലികൾ അവിടെ നടക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയ്ക്ക് എനിക്ക് വന്നൊരു കമൻറ്റിന് ആൻസർ പറയാൻ ഞാൻ എഴുതാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി എഴുതേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുമല്ലോ. അച്ഛൻ എവിടെ എന്നാണ്, നിങ്ങളുടെ വീട്ടിലുള്ള അച്ഛനെ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അച്ഛൻ ഇവിടെ തന്നെയുണ്ട്, ഞങ്ങളുടെ കൂടെ തന്നെയാണ് അച്ഛൻ താമസിക്കുന്നത്. പക്ഷേ ഞാൻ അച്ഛനെ അങ്ങനെ വീഡിയോയിൽ കാണിക്കാറില്ല. നേരത്തലത്തെയൊക്കെ വീഡിയോയിൽ കുറച്ച് ഏതൊക്കെയോ വീഡിയോകളിൽ അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഞാൻ പുറകിൽ നിന്ന് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അല്ലാതെ അച്ഛനെ ഞാൻ ആവുന്നതും എല്ലാം എഡിറ്റ് ചെയ്ത് ഞാൻ കളയാറേ ഉള്ളൂ, ഞങ്ങൾ കാണിക്കാറില്ല. ഞാൻ ഇതിന് മുന്നേ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അച്ഛന് അൾഷിമേഴ്സാണ്. അച്ഛന് വേറെ ഒരു അസുഖവും ഇല്ല, ഇത് മാത്രമേ അച്ഛന് ഉള്ളൂ. അപ്പോൾ ഒരു അൾഷിമേഴ്സ് ഉള്ള ഒരാൾ വീട്ടിലുള്ളപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ നമ്മൾ താമസിക്കുന്നവർക്കുണ്ടാകും. അപ്പോൾ അതൊന്നും ഒരു കണ്ടൻ്റ് ആക്കി. ഇപ്പോൾ എനിക്ക് കണ്ടൻ്റ് ആക്കാനാണെങ്കിൽ ഒരുപാട് കണ്ടൻറ്റുകൾ എനിക്ക് കിട്ടും. അങ്ങനെ വെച്ച് അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്താ, അങ്ങനെയൊക്കെ വെച്ച് എനിക്ക് വേണമെങ്കിൽ ചെയ്യാം. അതൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം ഞങ്ങൾ മക്കൾക്ക് ഇത് ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ ഇതൊക്കെ കളയണം. ഞങ്ങൾക്ക് എപ്പോഴും അച്ഛൻ നന്നായിട്ടിരിക്കുന്നത് കാണുന്നതും ഓർക്കുന്നതുമാണ് ഇഷ്ടം. ഇവിടെ 3 മക്കളാണ്, അച്ഛന് 3 ആൺമക്കളാണ്. അതിൽ ഏറ്റവും മൂത്ത ആളാണ് എൻ്റെ ഹസ്ബൻഡ് വിനോട്ടൻ. അത് കഴിഞ്ഞ് 2 അനിയന്മാരുണ്ട്. ഒരനിയൻ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, മറ്റേ ആൾ വിദേശത്താണ്. അപ്പോൾ ഈ 3 മക്കൾക്കും അച്ഛൻ്റെ ഈ ഒരു രോഗാവസ്ഥ അവർക്ക് കാണാനോ അച്ഛനെ അങ്ങനെ കാണുന്ന അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്, അവർക്ക് ഭയങ്കര വിഷമമാണ്. അപ്പം ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്ത് ഇതിനകത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബുള്ളിടത്തോളം കാലം ഈ വീഡിയോ അവിടെ കിടക്കും. അപ്പോൾ എപ്പോഴും ഇവർക്ക് അത് കാണേണ്ടി വരും. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വിഷമം മാറത്തില്ലല്ലോ, അതിങ്ങനെ ഓർമ്മ വരും. അച്ഛൻ നന്നായിട്ടിരിക്കുന്നത് കാണാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അച്ഛനും അമ്മയൊക്കെ നല്ല നമ്മളോട് സ്നേഹത്തോടെ വളരെ ഓർമ്മയോടെ നമ്മുടെ കൂടെ അച്ഛനും അമ്മയും ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നത് ഓർക്കുന്നതാണ് നമുക്ക് എല്ലാ മക്കൾക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഞാൻ ഈ ഓർമ്മയില്ലാത്ത അച്ഛൻ്റെ വീഡിയോകളെടുത്ത് എന്തിനാണ് ഞാൻ കാണിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ പോലും അച്ഛൻ പല പ്രാവശ്യം ആ ക്യാമറയുടെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുകയും പോവുകയും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തങ്ങ് എഡിറ്റ് ചെയ്ത് കളയും. പിന്നെ എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ എന്താ ചിരിക്കാത്തത്, ഒന്ന് ചിരിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ മിക്കവാറും എടുക്കുന്നത്. അത് എൻ്റെ കൂടെ ആരെങ്കിലും, ഇപ്പോൾ വിനോട്ടനോ അച്ഛോ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇത്രയും പ്രശ്നമില്ല. മറ്റേത് ഞാൻ എപ്പോഴും ഒന്ന് അലേർട്ടായിരിക്കും, അച്ഛൻ വരുന്നുണ്ടോ, അച്ഛൻ വരുമ്പോൾ പെട്ടെന്ന് ക്യാമറ ഓഫ് ചെയ്യണം, ഞാൻ ഓടി അങ്ങോട്ട് പോകും. അങ്ങനെ എപ്പോഴും ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് ഞാൻ വീഡിയോ എടുക്കാത്ത കേട്ടോ. ഈ പറയുമ്പോൾ വാക്കുകളെല്ലാം ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അച്ഛനെ കാണിക്കാത്തത്. എനിക്ക് കാണിക്കുകയില്ല. ഇവരുടെ മക്കളുടെ കൂടെ എങ്ങാനും അച്ഛനിരിക്കുന്ന വീഡിയോയോ അങ്ങനെ വല്ലതും വന്നാലേ ഉള്ളൂ. അല്ലാതെ അച്ഛനെ മാത്രമായിട്ട് ഞാൻ ഒരു വീഡിയോയിലും കാണിക്കത്തില്ല. ഞാനത് കട്ട് ചെയ്ത് തന്നെ കളയും. അതുകൊണ്ട് അച്ഛൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനോടകം ഞാൻ എൻ്റെ കരേടിയൊക്കെ കൊണ്ടുവന്ന് ഇപ്പുറത്ത് കൊണ്ടുവച്ചു. അപ്പുറത്തെ സൈഡ് ചെയ്യുന്നത് കുറേ ദിവസമായിട്ട് ഞാൻ ഇപ്പുറത്ത് ഫ്രണ്ടിൽ കൊണ്ട് വെക്കാമെന്ന് വെച്ചു. കാരണം കാറിൻ്റെ പുറയിലായിട്ടാണ് ആ ചെടിയെല്ലാം ഇരുന്നിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് എപ്പോഴും കാർ അവിടെ കിടക്കുകയല്ലേ, വല്ലപ്പോഴൊക്കെ പുറത്തോട്ട് കൊണ്ടുപോകുള്ളൂ. വിനോട്ടം കൂടുതലും സ്കൂട്ടറാണ് രാവിലെ കടയിൽ പോകുന്നതൊക്കെ.
അതുകൊണ്ട് കാറ് മിക്കവാറും ഞങ്ങൾ എവിടെയെങ്കിലും ഒരുമിച്ച് പോവുകയാണെങ്കിലൊക്കെയാണ് കാർ എടുക്കുന്നത്. അപ്പം ആ ഒരു ചെടി അതിൻ്റെ പുറകിലിരിക്കുമ്പോൾ അതാരും കാണത്തേയില്ല. അപ്പം അതിനെ കൊണ്ടുവന്ന് ഞാൻ നെസ്തോട്ട് വെച്ചു. പിന്നെ കുറച്ച് ചെടിയൊന്ന് നടാനായിട്ട് ഉണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് നട്ട് വെച്ച് വെട്ടി എടുത്തിട്ട് ഞാനിതെല്ലാം എടുത്ത് നട്ട് വെച്ചു. പിന്നെ അത് സാഫിൽ മുക്കിയതിന് ശേഷമാണ് ഞാൻ നട്ട് വെച്ച് കൊടുത്തത് കേട്ടോ. പിന്നെ ഇത് കുറച്ചായിട്ട് ഇവിടെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിട്ട് വെക്കാൻ സ്ഥലമില്ലാത്ത കാരണം ഇങ്ങോട്ട് എനിക്ക് കുറച്ച് കൊണ്ട് തന്നതാണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. കുറച്ച് പോട്ട്, അത് 5 എണ്ണം ഒരുമിച്ചാണ് വരുന്നത് കേട്ടോ. ഇപ്പോഴത്തെ വില എനിക്കറിയാം, ഞാൻ വില പറയുന്നില്ല, കാരണം ഇതിൻ്റെ വില മാറി ഒക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ മേടിച്ച വിലയല്ല ഇന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കും. അപ്പം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. അതിൻ്റെ പ്ലാസ്റ്റിക്കൊന്നും തീരെ മോശമല്ല. അതിനകത്ത് അങ്ങനെ ഡോട്ട് പോലെ കാണുന്നത് ഞാൻ കമ്പി കൊണ്ട് അത് ഹോളിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു കൈപ്പത്തിയുടെ നീളവും വീതിയും എല്ലാം കറക്റ്റ് അതുപോലെ തന്നെ ഉണ്ട്. എനിക്ക് ഇൻഡോറായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു റൂം ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഞാനിത് ടാഗും കൂടെ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ മേടിക്കുകയും ചെയ്യാമല്ലോ എല്ലാവർക്കും. നല്ല പോട്ടാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനകത്ത് കുറച്ച് കലയിടിയൊക്കെ ഒന്ന് നട്ട് വെക്കാം. അതാകുമ്പോൾ ഇൻഡോറിൽ വെക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഇരുന്ന് പോകും. അങ്ങനെ ഇതെല്ലാം ചെയ്ത് ഞാനിത് നട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നന്നായിട്ട് കാറ്റും, അതിന് മുന്നോട്ട് കാറ്റുണ്ട് കേട്ടോ. ഈ സമയമായപ്പോഴത്തേക്ക് നന്നായിട്ട് ഇരുണ്ട് പയ്യെ അങ്ങോട്ട് ചാറാൻ തുടങ്ങി കേട്ടോ. മഴ ചാറി തുടങ്ങി. അപ്പോഴത്തേക്ക് ഇതേ നല്ല കാറ്റ് വന്ന് ഞാൻ സ്റ്റാൻഡിലാണ് ക്യാമറ വെച്ചിരുന്നത്. ഈ കാറ്റടിച്ചിട്ട് ആ ഇരുന്ന ചെടിയും താഴെ പോയി, എൻ്റെ ക്യാമറയും താഴെ പോയി. അങ്ങനെ ഇന്ന് 2 പ്രാവശ്യം കാറ്റത്ത് എൻ്റെ സ്റ്റാൻഡും ക്യാമറയും ആ സ്റ്റൂളും എല്ലാം പറന്നു പോയിട്ടാ. ആ സ്റ്റൂൾ വരെ അവിടുന്ന് തെന്നി പറന്ന് കിടക്കുന്നതാണ് ഞാൻ കാണിച്ചത്, തലതിരിഞ്ഞ് കിടക്കുന്നത് കേട്ടോ. ഞാൻ പിന്നെ ആ സാഫും എല്ലാം അവിടെ തുറന്നിരിക്കുകയല്ലേ, അപ്പോൾ അതെല്ലാം പെട്ടെന്ന് എടുത്തു. പിന്നെ പുതിയതായിട്ട് ഞാൻ വെച്ച ചെടിയും അതിനെയും കൊണ്ട് ഒരു സൈഡിൽ ആ മതിലിനോട് ചേർത്ത് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ ഈ കാറ്റത്ത് അത് ശരിക്കും ഭയങ്കരമായിട്ട് ഇളകുമല്ലേ. പിന്നെ നാളെ രാവിലെ ഇനി അതൊന്നും കൂടെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കണം. അതുപോലെ കാറ്റും മഴയുമായിരുന്നു. ഞാൻ പിന്നെ അതിനെല്ലാം ഒരുമാതിരി ഒതുക്കി. പിന്നെ ഈ വെട്ടിയെടുത്ത കലേടിയൊക്കെ ഞാൻ അവിടെ തന്നെ അങ്ങ് ഇട്ട് കേട്ടോ. കാരണം ഇങ്ങോട്ട് എടുത്ത് വെച്ചാലും വാടുമല്ലോ. ഇതാകുമ്പോൾ മഴയത്ത് അവിടെ കിടന്നോളൂ. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ അങ്ങനെ വേരോടെ കിടക്കുന്നത് മഴയത്ത് തന്നെ ഇട്ടു. ഞാൻ പിന്നെ ഇവിടെ എല്ലാം നോക്കി. 2 പ്രാവശ്യം ക്യാമറ താഴെ പോയി. പിന്നെ വെള്ളവും അതിലേക്ക് വീണു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ എല്ലാം നിർത്തി. കാരണം ഇനി അതവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെയും താഴെ പോകുമെന്ന് എനിക്ക് മനസ്സിലായി. അത് കാരണം എല്ലായിടത്തും അങ്ങോട്ട് മാറ്റി വെച്ച് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.